കൊട്ടാരങ്ങളും ചരിത്രവും തേടിയുള്ള യാത്രയാണോ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂരിൻ്റെ മണ്ണിലേക്ക് യാത്ര തിരിക്കാം. രാജപുത്ര രാജാക്കന്മാർ വീരചരിതമെഴുതിയ ജയ്പൂരിനെ ആധുനിക ലോകം പിങ്ക് സിറ്റി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. രാജസ്ഥാനി മുഗൾ വാസ്തുവിദ്യയുടെ അഴകിൽ തലയെടുപ്പോടെ നിൽക്കുന്ന കൊട്ടാരമാണ് ജയ്പൂരിൻ്റെ ഐശ്വര്യം. സിറ്റി പാലസ്, ജന്തർ മന്ദർ, രാജകൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് താമസിക്കാനുണ്ടാക്കിയ ഹവാ മഹൽ എന്നിവയാണ് മറ്റു സുപ്രധാന നിർമ്മിതികൾ. ജയ്പൂരിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. സ്വാമി റാം സിംഗിൻ്റെ കാലത്ത് വെയിൽസ് രാജകുമാരനെ സ്വാഗതം ചെയ്യാനാണ് ജയ്പൂർ ആദ്യം പിങ്ക് നിറമണിഞ്ഞത്. പിന്നീടെത്തിയ സഞ്ചാരികളെയും ഇതേ നിറത്തിൽ ജയ്പൂർ സ്വാഗതം ചെയ്തതോടെ ഈ നഗരത്തിൻ്റെ പേരു തന്നെ പിങ്ക് സിറ്റി എന്നായി. ലോക പൈതൃക കേന്ദ്രങ്ങളിലൊന്നായ ജന്തർ മന്ദർ മഹാരാജ സവായ് ജയ്സിംഗ് രണ്ടാമൻ്റെ കാലത്ത് നിർമ്മിച്ചതാണ്. വാന നിരീക്ഷണത്തിനായി അദ്ദേഹം നിർമ്മിച്ച 5 നിരീക്ഷണ കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ഇത്. സവായ് പ്രതാപ് സിംഗ് രാജാവ് വേനൽക്കാല വസതിയായാണ് ഹവാ മഹൽ നിർമ്മിച്ചത്. രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് സാധാരണ മനുഷ്യരുടെയും ജീവിതം അവരെ മറ്റുള്ളവർ കാണാതെ കണ്ടറിയാനുള്ള അവസരവും ഇവിടെ ലഭിച്ചിരുന്നു അത്രേ. ഹൈന്ദവ ഇസ്ലാമിക നിർമ്മിതിയുടെ മികച്ച ഉദാഹരണമാണ് ഈ 5 നില കെട്ടിടം. ജയ്പൂരിലെ മറ്റൊരു ലോക പൈതൃക കേന്ദ്രമാണ് ആംബർ പാലസ്. ചുവന്ന മണൽ കല്ലുകളും വെള്ള മാർബിളുകളും കൊണ്ട് ഹിന്ദു മുഗൾ ശൈലിയിൽ 6 നൂറ്റാണ്ട് മുമ്പ് നിർമ്മിച്ച ഒരു കൊട്ടാരമാണിത്. സിറ്റി പാലസ്, നഹാർഗഡ് കോട്ട, ഗൽത്താഗുണ്ട്, ജയ്ഗഡ് കോട്ട തുടങ്ങി കാണാൻ ഏറെയുണ്ട് ജയ്പൂരിൽ. ഇവയ്ക്ക് പുറമെ ഹോട്ട് ബലൂൺ യാത്രക്കാരും ഒട്ടക സവാരികളും മറ്റു റൈഡുകൾക്കുമുള്ള നിരവധി കേന്ദ്രങ്ങളും ജയ്പൂരിലുണ്ട്. ഇന്ത്യയിലെ രാജസ്ഥാൻ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ ജയ്പൂർ 1727 നവംബർ 18 അംബേർ രാജാവായ മഹാരാജ സവായ് ജയ്സിംഗ് രണ്ടാമനാണ് സ്ഥാപിച്ചത്. ശാസ്ത്രീയമായി നഗര ആസൂത്രണത്തോടെ നിർമ്മിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരങ്ങളിലൊന്നാണ് ജയ്പൂർ. അംബേറിന് പുറമെ ജനസംഖ്യാ വർധനവും ജലക്ഷാമവും നേരിട്ടതിനെ തുടർന്നാണ് അദ്ദേഹം പുതിയ നഗരമായ ജയ്പൂർ നിർമ്മിച്ചത്. പ്രശസ്ത ബംഗാളി ശില്പിയായ വിദ്യാധർ ഭട്ടാചാര്യയാണ് ഈ നഗരത്തിൻ്റെ രൂപകൽപ്പന നിർവഹിച്ചത്. 1876 വെയിൽസ് രാജകുമാരൻ ജയ്പൂർ സന്ദർശിച്ചപ്പോൾ നഗരം മുഴുവൻ റോസാപ്പൂവിൻ്റെ പിങ്ക് നിറത്തിൽ പെയിൻ്റ് അടിപ്പിച്ചു. അന്നു മുതലാണ് ജയ്പൂരിന് പിങ്ക് സിറ്റി എന്ന പേര് ലഭിച്ചത്. വാസ്തുശാസ്ത്രപ്രകാരം 9 ബ്ലോക്കുകളാണ് നഗരം വാസ്തുശാസ്ത്രപ്രകാരം 9 ബ്ലോക്കുകളായാണ് നഗരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ജയ്പൂരിലെ പ്രധാന ആകർഷങ്ങളാണ് അംബർ കോട്ട, ഹവാ മഹൽ, സിറ്റി പാലസ്, ജന്തർ മന്ദർ. ജയ്പൂരിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.